ഡിസംബർ 29 തിങ്കളാഴ്ച, ക്രിസ്മസിൻ്റെ 5-ാം ദിവസം. ലൂക്ക 2:22 മുതൽ 35 വരെ വാക്യങ്ങൾ. റൂട്ട്സ് എന്ന തൻ്റെ പുസ്തകത്തിൽ അലക്സ് ഹാലി തൻ്റെ ആഫ്രിക്കൻ പൂർവികർ തങ്ങളുടെ കുട്ടികൾക്ക് എങ്ങനെ പേരിട്ടു എന്ന് പറയുന്നു. കുഞ്ഞ് ജനിച്ച് 8 ദിവസത്തിന് ശേഷം പിതാവ് കുട്ടിയെ കൈകളിലെടുത്ത് അതിൻ്റെ പേര് ചെവിയിൽ മന്ത്രിച്ചു. ആ രാത്രിയിൽ പിതാവ് ചടങ്ങ് പൂർത്തിയാക്കും. നക്ഷത്രങ്ങൾക്കടിയിൽ ഒറ്റയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി കുഞ്ഞിനെ ആകാശത്തേക്ക് ഉയർത്തി, ഇതാ നിന്നേക്കാൾ വലിയ ഒരേ ഒരു കാര്യം എന്ന് പറയും. യേശുവിൻ്റെ ജനനത്തെ ചുറ്റിപ്പറ്റിയുള്ള 2 ആചാരങ്ങളെ നന്നായി മനസ്സിലാക്കാൻ ഈ നാമകരണ ചടങ്ങ് നമ്മെ സഹായിക്കുന്നു: പരിച്ഛേദനവും സമർപ്പണവും. പരിച്ഛേദന കർമ്മം യേശുവിനെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നു. സമർപ്പണം യേശുവിനെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ മറിയയും ജോസഫും യേശുവിനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നു. ഓരോ ആദ്യജാതനായ പുത്രനെയും കർത്താവിന് സമർപ്പിക്കണമെന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു കുട്ടിയെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ഒരു ജോഡി പ്രാവുകളെയോ 2 ചങ്ങാലികളെയോ ബലിയർപ്പിക്കുക എന്നതായിരുന്നു സമർപ്പണ ചടങ്ങിൻ്റെ ഒരു ഭാഗം. ജെറുസലേമിൽ ശിമയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ഒരു വിശുദ്ധനും നീതിമാനുമായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുന്നതുവരെ താൻ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് ശിമയോന് വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ജോസഫും മറിയയും തങ്ങളുടെ നവജാത ശിശുവുമായി ദേവാലയത്തിൽ വന്ന ദിവസം ശിമയോൻ അവരെ കണ്ടു. അവൻ ഉടനെ അവരുടെ അടുക്കൽ ചെന്ന് ശിശുവിനെ കൈകളിലെടുത്തു. പിന്നെ ദൈവത്തെ സ്തുതിച്ച് അനുഗ്രഹിച്ചു. കർത്താവേ, ഇപ്പോൾ നിൻ്റെ ദാസനെ സമാധാനത്തോടെ പോകാൻ അനുവദിക്കുക. നിൻ്റെ പ്രവചനം നിവർത്തിയായി. പിന്നെ ശിമയോൻ മറിയത്തിലേക്കും ജോസഫിലേക്കും തിരിഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. യേശു വലിയ പ്രവൃത്തികൾ ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവൻ മറിയോട് പ്രവചിച്ചു. പലരുടെയും ചിന്തകൾ വെളിപ്പെടുകയും ഒരു വാൾ അവരുടെ ഹൃദയത്തിൽ തുളച്ചു കയറുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കത്തോലിക്ക വിശ്വാസികൾ എന്ന നിലയിൽ കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനപ്പെടുത്താൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ ശിശുക്കളെ ദൈവത്തിനും സഭയ്ക്കും സമർപ്പിക്കുന്നു. അത് ഒരു വിശുദ്ധ പ്രവൃത്തിയും പരിവർത്തനാത്മകമായ അനുഭവമാണ്. ജ്ഞാനസ്നാനം എന്ന കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പഴയതുപോലെ ആകില്ല. ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലാതാക്കാനും സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ തന്നെ സ്നാനത്തെക്കുറിച്ച് ഒന്ന് ഓർക്കുക. നിങ്ങൾക്ക് അത് ഒരു ദാനമായി, സമ്മാനമായി അനുഭവപ്പെടുന്നുണ്ടോ? അത് ഒരു വെറും ആംഗ്യമോ ആചാരമോ ആയിട്ടാണോ കാണുന്നത്? നിങ്ങളുടെ ജ്ഞാനസ്നാനം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ അർത്ഥവത്താക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.